ഇതാണ് ഇന്നത്തെ ഐറ്റം. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ തോരനാണ്. ആ തോരനാണെങ്കിൽ ഉണ്ടാക്കുന്നതോ ദാ ഈ സംഭവം കൊണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലരും കുക്ക് ചെയ്യുന്നുണ്ടാവും. ചൗ ചൗ എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ പലപ്പോഴും ലുലുവിലും ബാക്കിയുള്ളവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിരുന്നില്ല. വായിച്ചപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് കേട്ടു. അപ്പം അങ്ങനെ ഞാൻ പോയി ചൗ ചൗ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ വാങ്ങിയിട്ട് വന്ന് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിലൊരു കുരുവൊക്കെ ഉണ്ട് കേട്ടോ ഈ ചൗ ചൗവിന്. അങ്ങനത്തെ ഈ കുരുവൊക്കെ റിമൂവ് ചെയ്ത് തോലൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിനെ ഇന്ന് ഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് പച്ചയ്ക്കും കഴിക്കാം അല്ലാതെയും കഴിക്കാം എന്നാണ് കേട്ടത്. കുക്ക് ചെയ്തിട്ടും ഒരു ഓവർ കുക്ക് ആവാൻ പാടില്ല ഈ ചൗ ചൗ. അത്രയും ഞാൻ ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചൗ ചൗ ഹൃദയാരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് എന്നാണ് വായിച്ചത്. നമ്മളിതിനെ ഈ ഗ്രേറ്റ് ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് പച്ചയ്ക്കും കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വായിലിട്ട് നോക്കി, പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. ഇതിൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് ഞാനിത് എങ്ങനെയാണ് ടെക്സ്ചർ എന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരെണ്ണം വാങ്ങിയിട്ടുള്ള പരീക്ഷണമാണ് ഇന്നത്തെ ഈ കുക്കിംഗ്. പിന്നെ ഗർഭിണികൾക്ക് ഒരുപാട് നല്ലതാണ് ഈ ഫ്രൂട്ട്. പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് ഷുഗറിനുള്ള പേഷ്യൻസിനൊക്കെ ഈ ചൗ ചൗ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ അമിതവണ്ണമുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാനും നല്ലതാണത്രേ. ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയ കേട്ടോ. ഹൃദയാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറയുകയും വേണ്ട. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതാ ഞാൻ പിഴിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നമ്മുടെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. 2 ചുവന്ന മുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ആ ഉഴുന്ന് പരിപ്പൊന്ന് ചൂടാവാൻ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അതൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ഒനിയൻ ചെറുതായി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഏതാണെങ്കിലും നന്നായി വഴറ്റാൻ നോക്കണം. കാരണം ഈ ചൗ ചൗ എന്നുള്ള വെജിറ്റബിളിൽ നല്ലോണം വെള്ളമുള്ള കണ്ടൻ്റ് ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു ചാൻസും കൂടുതലുണ്ടെന്ന് തോന്നി കണ്ടപ്പോൾ. നമ്മുടെ ഒനിയൻ നന്നായി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വഴറ്റിയിട്ടുള്ളത്. ഈ ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇതിലിട്ട് എടുക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. കാരണം ഇത് കൂടാതെ ഞാൻ കുറച്ച് വേറെ മുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ചൗ ചൗവിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പപ്പായയുടെ മരത്തെ ടെക്സ്ചറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പായയുടെ പോലത്തെ ഒരു ടെക്സ്ചറല്ല ഇതിന്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ്. ഇത് ലോ ഫ്ലെയിമിലാണ് കുക്കാവുന്നത്. ഇത് കുറച്ച് കുക്കാവാൻ ടൈം എടുക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെയൊക്കെ ഇത് കുക്കായപ്പോഴാണ് ഇത് വെന്തതായിട്ടൊരു ഫീൽ വന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു കടിക്കുന്ന ഫീലുണ്ട്. പക്ഷെ ആ കടിക്കുന്ന ഫീൽ ഒരു മോശം ഫീലിംഗ് അല്ല. നല്ലൊരു ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ തന്നെയായിട്ടാണ് ഇതെനിക്ക് തോന്നിയത്. പപ്പായയുടെ ടേസ്റ്റുള്ള എന്നാൽ വേറൊരു ടേസ്റ്റുമാണ്. നല്ല ഒരു ടേസ്റ്റാണ് ഈ ചൗ ചൗവിന്. ഇനി നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കൂട്ടിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചുവന്ന മുളകിനെ ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ ചുവന്ന മുളകിന് നല്ല എരിവാട്ടോ. ആ മുളകൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം, നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇപ്പം ഇതൊരു ചുട്ട ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കടലപ്പരിപ്പ് ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം, ഒന്ന് കറക്റ്റ് വറുത്തെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഒന്ന് ചുവക്കുന്ന വരെ വറക്കുക. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സഡ് ബ്ലെൻഡർ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണയില്ലാതെ നമ്മുടെ ഈ കടലപ്പരിപ്പും ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മുടെ മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുളക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, അരയ്ക്കാൻ പാടില്ല, വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതാ ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയൊന്ന് ഞാൻ
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പരുവം. ഇനി നമുക്കിതെന്തായി, നമ്മുടെ ചൗ ചൗ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ആ മിക്സിനെയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ തോരൻ. പക്ഷേ കുറച്ചും കൂടി ഫ്ലേവർ കൂട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെയും തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടലപ്പരിപ്പിൻ്റെ ചെറിയൊരു കടിക്കാനുള്ളതും കൂടി ഈ തോരനിൽ കിട്ടും. അതിൻ്റെ ഒരു ഫ്ലേവറും നല്ലൊരു ഫ്ലേവറും കൂടി ആവും നമ്മുടെ തോരന്. ഇതിന് എല്ലാ ഭാഗവും മിക്സ് ആയിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളൊരു കറിയായിട്ട് കഴിക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. ചോറിൻ്റെ കൂടെയും പറ്റിയ ഒരു തോരൻ തന്നെയാണ് ഇത്. അപ്പോൾ ചൗ ചൗ തോരൻ ഞാൻ ഉണ്ടാക്കി, നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ്. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.